ഭോപ്പാൽ ഏറ്റുമുട്ടലിനെ കുറിച്ച് ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തുന്ന ശബ്ദരേഖ പുറത്തുവന്നു. പോലീസ് കൺട്രോൾ റൂമും സംഭവത്തിൽ ഉൾപ്പെട്ട പോലീസുകാരും തമ്മിൽ നടന്ന വയർലെസ് സംഭാഷണങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരും പോലീസിന് നേരെ വെടിയുതിർത്തുവെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ക്ലിപ്പുകൾ പുറത്തുവിട്ടതെന്നും ആരോപണമുയരുന്നുണ്ട്. ഭോപ്പാൽ ഏറ്റുമുട്ടൽ വ്യാജമാണെന്ന സംശയം വ്യാപകമാകുന്നതിനിടെയാണ് പോലീസുകാരും കൺട്രോൾ റൂമും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്തുവന്നത്. ആരെയും അറസ്റ്റ് ചെയ്യേണ്ടതില്ലെന്നും എല്ലാവരെയും കൊല്ലണമെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നത് ക്ലിപ്പിൽ വ്യക്തമായി കേൾക്കാനാവും. എട്ട് മിനിറ്റും 1.5 മിനിറ്റും ദൈർഘ്യമുള്ള 2 വ്യത്യസ്ത റേഡിയോ ക്ലിപ്പുകളിൽ കൺട്രോൾ റൂമിലിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ ഏറ്റുമുട്ടൽ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് കേൾക്കാനാവുന്നുണ്ട്. ആരെങ്കിലും ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ അവനെ കൊല്ലണമെന്നും അല്ലെങ്കിൽ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുമെന്നും ഇതേ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. വെടിവെപ്പിനിടെ മറുഭാഗത്തു നിന്നും ഉണ്ടകൾ വരുന്നതായി സംഭവസ്ഥലത്തുള്ള പോലീസുകാരുടെ ഒരു പരാമർശവും ഈ ക്ലിപ്പിലുണ്ട്. ഇത് മറുപുറത്തെ പോലീസ് സംഘത്തിന്റെ തോക്കിൽ നിന്നാണോ എന്ന് വ്യക്തമായി പറയുന്നില്ല. ഈ പരാമർശം ചൂണ്ടിക്കാട്ടി കൊല്ലപ്പെട്ടവരും വെടിയുതിർത്തുവെന്ന് വരുത്തിത്തീർക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ക്ലിപ്പ് പുറത്തുവിട്ടതെന്നാണ് സംശയിക്കപ്പെടുന്നത്. വെടിവെപ്പിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർ കളി കഴിഞ്ഞുവെന്നും ഇത്തവണ മെഡൽ ഉറപ്പാണെന്നും ഇനിയും ഇതുപോലെ വ്യാജ ഏറ്റുമുട്ടലുകൾ നടത്തേണ്ടി വരുമെന്നും അഭിപ്രായപ്പെടുന്നത് കേൾക്കാനുണ്ട്. വേണ്ടിവന്നാൽ ആയുധങ്ങൾ കണ്ടെടുത്തുവെന്ന് പറയാമെന്നും എല്ലാവരും ചത്തെന്ന് ഉറപ്പായാൽ മാത്രം മീഡിയയെ അറിയിച്ചാൽ മതിയെന്നും നാം പറയുന്നതിനപ്പുറം എഴുതാനുള്ള ധൈര്യം മീഡിയയ്ക്കില്ലെന്നും ക്ലിപ്പിലുണ്ട്. खेल कर दिया 8 मर जाएंगे अभी तो मीडिया पहुंच नहीं पाई होगी वहाँ नहीं पहुंचे मीडिया का भी दम नहीं है जब वो मर जाएंगे वो ले आएंगे तब दिखाएंगे. പോലീസ് ആസ്ഥാനത്തു നിന്നല്ലാതെ ഇത്തരമൊരു ക്ലിപ്പ് പുറത്തുവരാൻ ഇടയില്ലെന്നിരിക്കെ മധ്യപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ച CBCID അന്വേഷണത്തിന്റെ ഗതി എന്താവുമെന്ന സൂചനയാണ് ഈ ശബ്ദരേഖ നൽകുന്നത്. റഷീദുദ്ദീൻ, മീഡിയ 1, ഡൽഹി.